അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് എഴുന്നേറ്റിരിക്കുന്നത്. കാര്യമുണ്ട്, കാര്യമില്ലാതെ ഞാൻ നേരത്തെ എഴുന്നേക്കില്ലല്ലേ. എനിക്കിന്ന് 9 മണിക്കുള്ള ട്രെയിനിന് മലപ്പുറത്തേക്ക് പോകാനുണ്ട്. കുറച്ച് ആവശ്യങ്ങളായിട്ട് പോകുന്നതാണ് അമ്മയുടെ പപ്പയുടെ അടുത്തേക്ക്. അപ്പൊ അബി ഓൾറെഡി ജോബിന്റെ ഒരു ആവശ്യമായിട്ട് കണ്ണൂർ പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി അവിടെ നിന്ന് നേരെ മഞ്ചേരിക്ക് വരും, അമ്മയുടെ പപ്പയുടെ വീട്ടിലേക്ക്. സാധാരണ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ ലേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുമ്പോഴാണ് ഞാൻ 5 മണിയൊക്കെ കാണാറ്. അപ്പൊ ഭയങ്കര ടയർഡായിട്ടായിരിക്കും കാണുക. ഇന്നലെ എനിക്കൊരു ഹാഫ് ഡേ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം 12 മണിയാകുമ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ ഞാനും മാളുണ്ടായിരുന്നു ഇവിടെ, അവിടെ എത്തി. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഇന്നലെ ഉറങ്ങി. അപ്പൊ 5:30 വലിയ കുഴപ്പമില്ലാണ്ട് എഴുന്നേക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചു 5:30 എഴുന്നേക്കുമ്പോഴത്തേക്ക് എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് അകത്തോട്ട് പോകുന്നു. എന്തൊരു ചൂടല്ലേ. അപ്പൊ ഭയങ്കര ചൂടാട്ടോ. ഇത് നിന്ന നിപ്പിൽ തന്നെ വേർത്തൊലിക്കുന്നു. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേറ്റാലും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാലും സെയിം ആയിട്ട് തോന്നിയ എനിക്കൊരു കാര്യം, ഒടുക്കത്തെ ചൂടാണ്. അപ്പൊ ഞാൻ കുറച്ച് മോർണിംഗ് കുറെ കാലം കൂടി കണ്ടതിന്റെ ഒരു സന്തോഷത്തില് അതിന്റെ കുറച്ച് ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി, ടെറസിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഒടുക്കത്തെ ചൂട്. അതായത് പുറത്തും സൗണ്ട് കേൾക്കുന്നുണ്ടോ? താഴത്തെ വീട്ടുകാർ നിൽക്കുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഭയങ്കര ചൂട്, പുറത്തും ചൂട്, അകത്തും ചൂട്. അപ്പോൾ എല്ലാവരും സമ്മറൊക്കെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സമ്മറൊക്കെ സർവൈവ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഗ്ലൂക്കോസ് പൊടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, തണുത്ത വെള്ളത്തിൽ കലക്കി കുടിക്കാനായിട്ട്. കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഔപചാരികമായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. അങ്ങനെ ഇന്നലെ ഞാനും ആളും കുറച്ചധികം സംസാരിച്ച് കിടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത്. സാധാരണ ഞാൻ രാത്രി തന്നെ പാത്രങ്ങളൊക്കെ മാക്സിമം കഴുകി ഒതുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാം കഴുകി ഒതുക്കാറുണ്ട്. പക്ഷേ ഇന്നലെ വർത്തമാനത്തിൻ്റെ ആ ഒരു ആഘാതത്തിൽ ഞങ്ങൾ കുറേ പ്രേതകഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് പിന്നെ കിച്ചണിൽ പോയി ബാക്കി പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പ് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ കുറേ കാലം കൂടിയിട്ടാണ് ഇങ്ങനെ രാവിലെ കുറച്ച് ഫ്രഷായിട്ട് എഴുന്നേറ്റ് സൺലൈറ്റൊക്കെ മുഖത്തേക്ക് വന്ന് ഒരു എന്താ പറയുക, നല്ലൊരു ഫീല്. ആളോ എഴുന്നേക്ക്, സമയമില്ല, കമാൺ.
സാധാരണ ഞാൻ ജനശതാബ്ദിക്ക് വരുന്ന സമയങ്ങളിൽ കറക്റ്റ് ഒരു എന്താ പറയുക 12 മണിയാകുമ്പം ആണ് ജനശതാബ്ദി എത്താറ്. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ജനശതാബ്ദി ലേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ മാർക്കറ്റിനകത്തൂടെ നടന്നിട്ട് ഇവിടെ വരാനുള്ള ഒരു വഴിയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഒരു മണിയല്ല 12:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്കൊരു KSRTC ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം KSRTCയിൽ ട്രാവൽ ചെയ്യാനാണ്. അപ്പം അത് കിട്ടാറുണ്ട് സാധാരണ. എനിക്ക് ഇന്നിപ്പം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, നിങ്ങൾ കണ്ടല്ലോ. ആകെ ഒരു വടയും പിന്നെ ഒരു ചായയും മാത്രമാണ് ഇന്നത്തെ ദിവസം കഴിച്ചത് ഞാൻ. അപ്പോൾ താഴെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പോയി കഴിക്കാം. പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല. ഈ നോമ്പൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം. എങ്ങനെയാ ഫുൾ ഡേ, അതും ഈ കൊടിയ വേനലിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അത് അവരുടെ ആ മനസ്സിൻ്റെ ഒരു വില്ലിങ്നെസ്സും. എനിക്കിന്ന് ഇങ്ങനെ രാവിലെ ഒരു ചായ വളയം കഴിച്ചിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഡെഡായി. ഇനി ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ, നല്ല ദാഹമുണ്ട്. ആക്ച്വലി ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു ഈ മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള. അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ടൗണിലേക്ക് പോകാം, എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പോയി സാധനങ്ങൾ മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വന്ന യാത്ര നിങ്ങൾ കണ്ടല്ലോ, അത്രയും ചൂടും പൊടിയും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് വന്ന് കയറിയത്. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല. പിന്നെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മേലുവേദനയൊക്കെ ആയിരുന്നു, എന്താണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടോ, ഒരു രക്ഷയില്ല, എവിടെ നിന്നാലും ചൂടാണ്. എൻ്റെ ഒരു സാധാരണ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് റുട്ടീൻ വീഡിയോസ് ഞാൻ ചെയ്യാറില്ലേ, അതാണ് എൻ്റെ ഒരു സാധാരണ ദിവസം. എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. പക്ഷേ ഇന്നത്തെ ദിവസവും പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ട്രാവലിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പൊതുവെ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അറിയായിരിക്കുമല്ലോ, സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പർ ലിപ്പിന്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഭയങ്കര സെൻസിറ്റീവാണ്. എന്ത് തേച്ചാലും ഇങ്ങനെ എരിയും, തന്നെ നീറുന്നു മൊത്തത്തില് ആ ഒരു ഏരിയ മാത്രം. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് എൻ്റെ എൻഗേജ്മെന്റിനാണ്. ബ്രൈഡ്സിനെ കൊണ്ട് സാധാരണ ഫേഷ്യൽ ചെയ്യിപ്പിക്കാറില്ല അത്ര. മേക്കപ്പ് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഫേഷ്യലിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മേക്കപ്പ് ചെയ്ത ആ കുട്ടി പറഞ്ഞത് ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. വെഡിങ്ങിന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വന്ന ചേച്ചീനോട് ചോദിച്ചു ഫേഷ്യൽ ചെയ്യണമെന്ന്. അപ്പൊ ഫേഷ്യലിന്റെ ആവശ്യമില്ല, സോ നമ്മൾ കല്യാണത്തിന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന്, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഞാൻ ഒരു തവണ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് തവണയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഫേഷ്യൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. രണ്ട് തവണ മാത്രമേ ഫേഷ്യൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. വെറുതെ ഫണ്ണിന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ്സ് റിലാക്സ് ചെയ്തിട്ട് വരാം. എന്തായാലും 10 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കണം. താഴെ പോയിട്ട് അമ്മയുടെ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കുളിച്ചു കഴിഞ്ഞ് ഫാനിന്റെ അടിയിൽ വന്നപ്പോ തന്നെ എന്തൊരാശ്വാസം. ഞാൻ സത്യം പറയാൻ നിവ്യയുടെ ക്രീം അല്ലാതെ, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പം നിവ്യയുടെ ക്രീം അല്ലാതെ വേറൊരു സാധനങ്ങളും ഞാൻ
യൂസ് ചെയ്യാറില്ല. ഇതാദ്യമായിട്ടാണ് ഇമാതിരി സാധനങ്ങൾ ഞാൻ വാരത്തേക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ലോക്കൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ.